ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യേണ്ട, നിർത്തേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതിൽ ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ പഠിക്കാനുണ്ട്. പലപ്പോഴും നിങ്ങളൊരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ധാരാളം എലമെൻറ്റ്സ് ഒക്കെ മിസ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് പറയും, സാറേ ഞാനത് ചെയ്തല്ലോ, എന്നിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന പല ആളുകളുണ്ട്, പരാതി പറയുന്ന ആളുകൾ. അപ്പം ഞാനിവിടെ പറയുന്നത്, ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ ക്വിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കൂടുതലായിട്ട് സംസാരിക്കുന്നത്? കൂടുതലും നെഗറ്റീവ് ആയിരിക്കും. കുറ്റം പറയുക, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് കേട്ടുകൊണ്ടിരിക്കുക. ഇറ്റ് വിൽ അഫക്റ്റ് യു. അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതിനെക്കുറിച്ച് അറിയുക കൂടി ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വർക്കാവും. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയണ്ട, നല്ലത് വേണമെങ്കിൽ പറഞ്ഞു. നല്ലത് പറയുന്നത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനു സംസാരിക്കണം, ഇന്ന് മുതലൊന്ന് അവെയർ ആവുക, അത് ക്വിറ്റ് ചെയ്യുക, ആ ഒരു കാര്യം ചെയ്യണ്ട. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പ്രോബ്ലംസിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. ആ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. സൊല്യൂഷൻസിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ. എന്താണ് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, എനിക്കൊരു ബിസിനസ് ചെയ്യണം, പക്ഷേ അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ ക്യാഷ് ഇല്ല എന്നുള്ളത് എന്താണ്, പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് എന്ന് വെച്ചിട്ട്, ബട്ട് തന്നെ ഒരു ബ്ലോക്കാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ. അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, എനിക്കൊരു ബിസിനസ് ചെയ്യണം, അതിനുള്ള ഫണ്ട് ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടാക്കാനുള്ളൊരു മാർഗം എൻ്റെ അടുത്തുണ്ട്, അത് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പ്രോബ്ലത്തിലല്ല, സൊല്യൂഷൻസിലാണ് എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും റിസൾട്ട് കിട്ടിയില്ലല്ലോ, എന്താ റിസൾട്ട് കിട്ടാത്തത്, ഒരു പേഷ്യൻസ് ഇല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ പേഷ്യൻസ് കാണിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആവും. പേഷ്യൻസ് കാണിച്ചില്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്താവും, ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക, റിസൾട്ടിനെ കുറിച്ച് വറീഡ് ആവാതിരിക്കുക. ദാറ്റ് ഈസ് ദ 3rd പോയിന്റ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ. ലോ ഓഫ് അട്രാക്ഷൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് അപ്ലൈ ചെയ്ത് ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയണം, പഠിക്കണം, ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്